ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വടകറി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ് നമുക്കൊരു 6-7 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് പെരിഞ്ജീരകവും വറ്റൽമുളകും അതും ഒരല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. അതും ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. എന്നിട്ട് ഒരു 6-7 മണിക്കൂർ നല്ലതുപോലെ കുതിർന്ന ശേഷം നമുക്ക് കടലപ്പരിപ്പിനെ നന്നായിട്ട് കഴുകി ഒരു മിക്സി ജാറിലേക്ക് മാറ്റി പെരിഞ്ജീരകവും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെയൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു വലിയ ഉരുളകളാക്കി നമുക്ക് ചൂടായ കല്ലിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരല്പം എണ്ണയൊക്കെ തൂക്കി 2 സൈഡും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് വട ചെയ്യുന്നത് പോലെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അല്ല കൈകൊണ്ട് പൊടിച്ചാലും മതിയാകും. എന്നിട്ട് നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അതൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടിച്ചു വെച്ച വടയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ വടകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇഡലിയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.